ഹലോ മക്കളെ, നമ്മുടെ NCERT-യിലെ 4th ചാപ്റ്റർ ആണ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. നമ്മൾ ഈ ചാപ്റ്റർ ആണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഈ പേര് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തിനെ പറ്റിയാണ്. മൂവിംഗ് ചാർജിനെ പറ്റിയാണ്. ചാർജ് എന്ത് ചെയ്യാണ്? റെസ്റ്റിലാണോ? അല്ലല്ല, അത് മൂവ് ചെയ്യുകയാണ്. അപ്പം മൂവിംഗ് ചാർജ്, അതുപോലെ മാഗ്നറ്റിസം, കാന്തത്തിന്റെ സ്വഭാവം. അപ്പം ആരും തമ്മിലുള്ള റിലേഷനെ പറ്റി ആയിരിക്കും പഠിക്കുന്നത്. ആ ചാർജ് മൂവ് ചെയ്യുമ്പോൾ എന്ത് ബിഹേവിയർ കാണിക്കും? ഒരു കുഞ്ഞിക്കാന്തമായിട്ട് മാറും. അപ്പം സഞ്ചരിക്കുന്ന ചാർജുകൾ കുഞ്ഞിക്കാന്തങ്ങളാണ്, അത് മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കും. അതിനെ പറ്റിയാണ് നമ്മൾ ചാപ്റ്റർ പഠിക്കാൻ പോണത്, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ചാപ്റ്ററിന്റെ പേര് മനസ്സിലായല്ലോ. അപ്പോൾ ചാർജ് മൂവ് ചെയ്യുകയാണ്. മൂവ് ചെയ്യുന്ന ചാർജിന് ആ കുഞ്ഞ് കാന്തിക ശക്തിയുണ്ട്, മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കും. അതിനെ പറ്റിയാണ് നമ്മൾ ചാപ്റ്ററിൽ പഠിക്കാൻ പോണത്. പണ്ട് കാലത്തൊട്ട് നമുക്ക് അറിയാമായിരുന്നു കറണ്ടിനെ പറ്റിയും. 1700 തൊട്ട് നമുക്ക് കറണ്ടിനെ പറ്റിയും അതുപോലെയാണെങ്കിൽ മാഗ്നറ്റിസത്തെ പറ്റിയും അറിയാമായിരുന്നു. കാന്തത്തിനെ പറ്റി നമുക്ക് അറിയാമായിരുന്നു, കറണ്ടിനെ പറ്റിയും അറിയാമായിരുന്നു. പക്ഷേ കറണ്ടും കാന്തവും തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഒയസ്റ്റഡ് എന്ന സയന്റിസ്റ്റാണ്. അപ്പോൾ ഒയസ്റ്റഡ് എന്ന സയന്റിസ്റ്റാണ് ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. പണ്ട് നമ്മൾ കണ്ട 1700 തൊട്ടേ മനസ്സിലാക്കിയ കറണ്ടും അതുപോലെ കാന്തവും തമ്മിൽ എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്. അദ്ദേഹമാണെങ്കിൽ വളരെ യാദൃശ്ചികമായിട്ട് ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമായിരുന്നു. ഒരു കണ്ടക്ടർ ഉണ്ടായിരുന്നു, അതിലൂടെ അദ്ദേഹം കറണ്ടിനെ കടത്തിവിട്ടു. അപ്പോഴുണ്ടടാ, ഡെസ്കിന്റെ മുകളിലാണെങ്കിൽ ഒരു മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എടുത്തു വെച്ചതല്ല, മനഃപൂർവ്വം എടുത്തു വെച്ചതല്ല, അവിടെ ഒരു കോമ്പസ് ഇരിപ്പുണ്ടായിരുന്നു. കറണ്ട് കടന്നു പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ കോമ്പസിലെ നീഡിലാണെങ്കിൽ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. കേട്ടോ, കോമ്പസിലെ നീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് ഇങ്ങനെ കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് കോമ്പസിലെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു കോമ്പസിലെ നീഡിൽ എങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുന്നത്? അത് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനാണ് കാണിക്കുന്നത്. ശരിയാണോ? ഒരു കോമ്പസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നോർത്ത് സൗത്ത് ഡയറക്ഷനായിരിക്കും കാണിക്കുന്നത്. പക്ഷേ കറണ്ട് ഇങ്ങനെ കടന്നു പോയപ്പോഴത്തേക്കും, കറണ്ട് ആണെങ്കിൽ സൗത്തിൽ നിന്നും നോർത്തിലേക്ക് കടന്നു പോയപ്പോഴത്തേക്കും നമ്മുടെ കോമ്പസ് ആണെങ്കിൽ വെസ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു, ഇങ്ങോട്ടേക്ക് ഡിഫ്ലക്ട് ചെയ്തു. ഇനി അദ്ദേഹമാണെങ്കിൽ കറണ്ടിനെ റിവേഴ്സ് ചെയ്തു. കറണ്ട് എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു. അതായത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് കറണ്ടിനെ പറഞ്ഞയച്ചു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ആ കോമ്പസ് ആണെങ്കിൽ വീണ്ടും എതിർ ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതായത് കോമ്പസ് ഇപ്പോൾ ഈസ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, കോമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാന്തമാണ്. ഈ കാന്തത്തിന് ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? മറ്റൊരു കാന്തം വേണം. അപ്പൊ ആ കാന്തം ആരായിരിക്കും ഉണ്ടാക്കിയത്? ഈ കറണ്ട് ആയിരിക്കും. സോ ഈ കറണ്ട് മൂലം ഒരു കാന്തിക മണ്ഡലം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി കാണും. ആ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ആരെ ഡിഫ്ലക്ട് ചെയ്യിച്ചത്? നമ്മുടെ ഈ കോമ്പസിനെ ഡിഫ്ലക്ട് ചെയ്യിച്ചത്. അപ്പോൾ ആരും തമ്മിൽ ബന്ധമുണ്ട്. ഈ കറണ്ടിന് എന്തുണ്ടാക്കാനുള്ള കഴിവുണ്ട്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നറ്റിസം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്ന് ആദ്യമായിട്ട് ഒരു എക്സ്പെരിമെന്റ് വഴി തെളിയിച്ചത് ആരാണ്? ഒയസ്റ്റഡ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, കറണ്ട് ഇങ്ങനെ ഒഴുകുന്നു, അതിന്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഈ മാഗ്നറ്റിക് ഫീൽഡ്, ഈ കാന്തം കണ്ടോ, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുന്നത് എന്തിന് സമാനമാണ്? ഒരു കാന്തത്തിന് സമാനമാണ്. അപ്പോൾ ഇതെന്താണ്? ഒരു കാന്തമാണ്. ഇതൊരു മാഗ്നറ്റ് ആണ്. ഇത് മറ്റൊരു മാഗ്നറ്റ് ആണ്. ഉറപ്പായും ഒരു മാഗ്നറ്റ് മറ്റൊരു മാഗ്നറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ആ കോമ്പസ് ഡിഫ്ലക്ട് ചെയ്യും. ഇത് ഏത് ഡയറക്ഷനാണ് ഡിഫ്ലക്ട് ചെയ്തത്? ഇങ്ങനെ കറണ്ട് കടന്നു പോയപ്പോൾ ആ കോമ്പസ് ആണെങ്കിൽ വെസ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. കറണ്ടിനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കടത്തി വിട്ടപ്പോഴത്തേക്കും നമ്മുടെ നീഡിലാണെങ്കിൽ ഈസ്റ്റിലേക്കും ഡിഫ്ലക്ട് ചെയ്തു. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്തുകൊണ്ടാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഡയറക്ഷൻ പറയുന്നത്, അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് നമ്മൾ അടുത്ത ഓരോ സെക്ഷനിലും പഠിക്കും. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ, അതായത് 4.1 ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കേൾക്കാനുള്ളത് എന്താണ്? ഒയസ്റ്റഡിന്റെ ഈ എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ എക്സ്പെരിമെന്റിന്റെ സമ്മറി എന്താണ്? കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടർ ആണെങ്കിൽ ഒരു കുഞ്ഞി കാന്തമായിട്ട് മാറും. ഈ കാന്തമാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ആരെ ഡിഫ്ലക്ട് ചെയ്യിച്ചു? നമ്മുടെ ഡെസ്കിന്റെ മുകളിൽ ഇരുന്ന മാഗ്നറ്റിക് കോമ്പസിനെ ഡിഫ്ലക്ട് ചെയ്യിച്ചു. മനസ്സിലായോ? ഇതായിരുന്നു ഈ എക്സ്പെരിമെന്റ്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മൂവിംഗ് ചാർജ് ഇതെന്താണ്? കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവിംഗ് ചാർജ് ആണ്. ഈ മൂവിംഗ് ചാർജ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ചാപ്റ്ററിന്റെ പേര് നോക്കേ, മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം. സോ ഒഴുകുന്ന കറണ്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? കാന്തിക മണ്ഡലത്തിനെ, മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ ആണോ? നമ്മൾ ഇതാണ് ഈ എക്സ്പെരിമെന്റിൽ മനസ്സിലാക്കിയത്. ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് 1820-ലായിരുന്നു.
സോ അന്ന് നമുക്ക് മനസ്സിലായി കറണ്ടും മാഗ്നറ്റിസം തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പിക്ക് 4.1 ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഭംഗിയായിട്ട് മനസ്സിലായി കാണും. സോ നമുക്ക് 4.2 മാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റി പഠിക്കാം. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്. എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ചാർജ് ഉണ്ട്. ചാർജ് എന്തിലാണ്? റെസ്റ്റിലാണ്. ചാർജ് അറ്റ് റെസ്റ്റ്. ചാർജ് എന്തിലാണ്? റെസ്റ്റിലാണ്. അപ്പോൾ ഞാൻ Q എന്ന ചാർജിനെ എടുത്തു. ഈ ചാർജ് റെസ്റ്റിൽ അനങ്ങാതിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ചാർജ് എന്തിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്ന അറിയാമോ? ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ്. സോ റെസ്റ്റ് ഇരിക്കുന്ന ചാർജ് ഇലക്ട്രിക് ഫീൽഡിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇനി ചാർജ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് മൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചാർജ് മൂവ് ചെയ്യുകയാണ്. ചാർജ് ഉണ്ട്, Q എന്ന ചാർജ് ഉണ്ട്. ഈ Q എന്ന ചാർജ് ആണെങ്കിൽ മൂവ് ചെയ്യുകയാണ്. എന്ത് മോഷനാണ്? യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ. സോ ചാർജ് യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യുകയാണ്. അതിന് മീനിങ് എന്താണ്? ഒരൊറ്റ വെലോസിറ്റി ഉള്ളൂ. സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല. സ്പീഡ് കുറയുന്നുണ്ടോ? ഇല്ല. ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ അനങ്ങാതിരിക്കുന്ന ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. നമ്മൾ ഫസ്റ്റ് ചാർജിൽ പഠിച്ചതാണ്. സെക്കൻഡ് നമ്മൾ പഠിച്ചത് എന്താണ്? ആ ഒരു ചാർജ് യൂണിഫോം മോഷനിലാണ്. കണ്ടോ? ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അത് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുമോ? അതിനെയും പ്രൊഡ്യൂസ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഒരു ചാർജ് മൂവ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും. അതായത് മൂവ് ചെയ്യുന്ന ചാർജ് മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും. അതിന്റെ മീനിങ് എന്താണ്? അതൊരു കാന്തമായിട്ട് മാറും. കാന്തത്തിന് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. ശരിയല്ലേ? സോ ഒരു മൂവ് ചെയ്യുന്ന ചാർജ് യൂണിഫോം മോഷനിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനോടൊപ്പം എന്തും പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാക്കും. ഇനിയാണെങ്കിൽ ഈ മോഷൻ യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിലോ ചാർജ് ആക്സിലറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ചാർജ് ആക്സിലറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് ആക്സിലറേഷൻ ഉണ്ട്. അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ സ്പീഡ് കൂടാൻ പോവുകയാണ്. അപ്പൊ ചാർജിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിന് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ഉണ്ടാക്കും. ഇങ്ങനെ സാധനമുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ഉണ്ടാക്കും. സോ ഒന്നുകൂടെ പറഞ്ഞേ, ഒരു ചാർജ് റെസ്റ്റിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ചാർജ് ആണെങ്കിൽ യൂണിഫോം മോഷനിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാക്കും. ചാർജ് യൂണിഫോം ആക്സലറേഷൻ ആണ്, സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ഉണ്ടാക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ എനർജിയാണ്. അപ്പൊ എനർജി പുറന്തള്ളും. അപ്പൊ ഒരു ചാർജ് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, മക്കളെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒന്നാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഏതൊക്കെയാണ്? RMI, ലക്സ് G, റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, ലൈറ്റ്, നമ്മുടെ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമാറേ, ഇതൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. ഒരു ചാർജ് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ഇവയെ എമിറ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിൽ ഏതെങ്കിലും വേവുകൾ എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. അപ്പം ആക്സിലറേറ്റ് ചെയ്ത ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ കഴിവുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ എനർജി പുറന്തള്ളും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ രൂപത്തിൽ എനർജി പുറന്തള്ളും. സോ ഇതിനെപ്പറ്റി നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററിൽ പഠിക്കും. ഇവിടെ പഠിക്കാനുള്ളത് ചാർജ് യൂണിഫോം മോഷനിലാണ്. അങ്ങനെയെങ്കിൽ ചാർജ് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഈ കാര്യം മനസ്സിലായോ? അപ്പോൾ ഒരു മൂവ് ചെയ്യുന്ന ചാർജ് യൂണിഫോം മോഷനിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ശരി, അങ്ങനെയെങ്കിൽ അടുത്ത കാര്യം നോക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു ചാർജ് Q എന്നൊരു ചാർജ് ഉണ്ട്. അത് യൂണിഫോം മോഷനിലാണ്. യൂണിഫോം മോഷനിലാണ്. അതിന്റെ മീനിങ് എന്താണ്? ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. V എന്ന വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ചാർജ് എന്തിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? നിങ്ങൾ പറയും സർ, ചാർജ് സാർ പറഞ്ഞായിരുന്നു ഇലക്ട്രിക് ഫീൽഡിനെ ഉണ്ടാക്കും, അതുപോലെ സാർ പറഞ്ഞായിരുന്നു മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും. ശരി, ഇലക്ട്രിക് ഫീൽഡിനെ ഉണ്ടാക്കും, മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെയാണെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് എടുക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എന്താണ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്? ഞാൻ പുറത്തു നിന്നൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാൻ പോവാണ്. ഇവിടെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഇതിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഈ ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇതെന്താണ്?
പുറത്തൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. കണ്ടോ, ഞാൻ എക്സ്റ്റേണലി ഒരു ഇലക്ട്രിക് ഫീൽഡ് എടുക്കാൻ പോവുകയാണ്. ഒരു ചാർജ് ഉണ്ട്, ആ ചാർജ് മൂവ് ചെയ്യുകയാണ്, അപ്പോൾ അതിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതിന് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഇതെന്താണ്? ഇത് പുറത്തൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. അതുപോലെ ഞാൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും എടുത്തു. ഞാൻ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിച്ചാൽ പുറത്തൊരു മാഗ്നറ്റിക് ഫീൽഡ്. ഇതെന്താണ്? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ പുറത്തെ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, പുറത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അങ്ങോട്ടേക്ക് നമ്മുടെ ഈ ചാർജ് വന്ന് വരാൻ പോവുകയാണ്, അങ്ങോട്ടേക്ക് ഈ ചാർജ് വന്ന് വീഴാൻ പോവുകയാണ്. അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും? ഈ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്തില്ലേ? ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഫോഴ്സ് ഉണ്ടാകും. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഫോഴ്സ് ഉണ്ടാവത്തില്ല മക്കളെ? അപ്പോൾ ഈ ചാർജിന് രണ്ട് ഫോഴ്സ് കിട്ടും. ഏതൊക്കെയാണ്? ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാകും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഫോഴ്സ് ഉണ്ടാകും. നിങ്ങൾ പഠിച്ചതാണ്. Q എന്നൊരു ചാർജ് ഉണ്ട്, Q2 എന്നൊരു ചാർജ് ഉണ്ട്. ഇപ്പൊ Q1 Q2 എന്നൊരു ചാർജ് ഉണ്ടെങ്കിൽ ഈ രണ്ട് ചാർജിന് ഇടയിൽ എന്തുണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും. കാരണം എന്താണ്? ഈ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, ഈ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഇന്ററാക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാകും. ഇനിയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു മാഗ്നറ്റ് എടുക്കാൻ പോവുകയാണ്, നോർത്ത് സൗത്ത്. മറ്റൊരു മാഗ്നറ്റ് എടുക്കാൻ പോവുകയാണ്, സൗത്ത് നോർത്ത്. അപ്പൊ ഇതിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, ഇതിന് മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഇന്ററാക്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ടൊരു ഫോഴ്സ് ഉണ്ടാകും. എന്ത് ഫോഴ്സ് ഉണ്ടാകും? മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകും. സോ ഇലക്ട്രിക് ഫീൽഡും ഇന്ററാക്ട് ചെയ്യുന്ന ഫലമായിട്ട് ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡും ഇന്ററാക്ട് ചെയ്യുന്ന ഫലമായിട്ട് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകും. അതുപോലെയല്ലേ മക്കളെ ഇവിടെയാണെങ്കിൽ Q എന്ന ചാർജ് യൂണിഫോം മോഷനിൽ പോകുന്നെങ്കിൽ ഈ ചാർജ് സ്വന്തമായിട്ട് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, ഈ ചാർജ് സ്വന്തമായിട്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എക്സ്റ്റേണലി നമ്മൾ കൊടുത്ത ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാകും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാകും. അതുപോലെ ഇവിടെ മറ്റൊരു ഫോഴ്സ് ഉണ്ടാകും. ഈ ചാർജിന്റെ സ്വന്തം മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇവിടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ നിന്നുണ്ടാവും മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകും. ഇപ്പൊ ഇവിടെ എത്ര ഫോഴ്സ് കിട്ടും? ചാർജിന് രണ്ട് ഫോഴ്സ് കിട്ടും. ഇപ്പൊ ചാർജിന് രണ്ട് ഫോഴ്സ് കിട്ടും. ഇപ്പൊ ഒരു മൂവിങ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് കയറുന്നതെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് കിട്ടും, മാഗ്നറ്റിക് ഫീൽഡ് ആണ് കയറുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് കിട്ടും. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കയറുന്നതെങ്കിൽ, അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു കോമ്പിനേഷനിലാണ് കയറുന്നതെങ്കിൽ, അപ്പൊ അങ്ങനെ പറയണം, ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഒരു കോമ്പിനേഷനിലേക്ക് ആര് വരാൻ പോവുകയാണ്? ആ ഒരു ചാർജ് യൂണിഫോം മോഷൻ വന്ന് വീണ്ടു കഴിഞ്ഞാൽ ആ ചാർജിന് രണ്ട് ഫോഴ്സ് കിട്ടും. ഏതൊക്കെയാണ്? ഇലക്ട്രിക് ഫോഴ്സും കിട്ടും, മാഗ്നറ്റിക് ഫോഴ്സും കിട്ടും. ഇലക്ട്രിക് ഫീൽഡും ഇന്ററാക്ട് ചെയ്യുന്ന ഫലമായിട്ട് ഇലക്ട്രിക് ഫോഴ്സ് കിട്ടും, മാഗ്നറ്റിക് ഫീൽഡും ഇന്ററാക്ട് ചെയ്യുന്ന ഫലമായിട്ട് മാഗ്നറ്റിക് ഫോഴ്സ് കിട്ടും. മനസ്സിലായ മക്കളെ? അപ്പം ഇതിനെയാണ് വിളിക്കുന്ന പേര് ലോറൻസ് ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ആകെ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സ്. ഇപ്പൊ എന്തുവാ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാല്? എന്താ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാല്? നിങ്ങൾ പറയും സാർ, ഒരു ചാർജ് ഉണ്ട്, ആ ചാർജ് ആണെങ്കിൽ യൂണിഫോം മോഷനിൽ പോവുകയാണ്. അപ്പോൾ ആ ചാർജിന് സ്വന്തമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ കഴിവുണ്ട്, ആ ചാർജിന് സ്വന്തമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ കഴിവുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ലിങ്ക് ചെയ്തതിന്റെ ഫലമായിട്ട് ഇന്ററാക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകും. ഇവിടെ എന്ത് ഫോഴ്സ് ഉണ്ടാകും? മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകും. മാഗ്നറ്റിക് ഫോഴ്സ്. അതുപോലെയാണെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, ഈ ചാർജിന്റെ സ്വന്തം ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ലിങ്ക് ചെയ്തതിന്റെ ഫലമായിട്ട് ഇന്ററാക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ആ ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാകും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ രണ്ട് ഫോഴ്സിന്റെയും സമ്മിനെ അല്ലെങ്കിൽ റിസൾട്ടിനെ വിളിക്കുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. ആകെ എത്ര ഫോഴ്സ് കിട്ടും അതിനെ വിളിക്കുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. ഇപ്പൊ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇത് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഒരു ചാർജ് യൂണിഫോം മോഷനിൽ വരുന്ന ഒരു ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കോമ്പിനേഷനിലേക്ക് കടക്കുമ്പോൾ ആ ചാർജിന് രണ്ട് ഫോഴ്സ് കിട്ടും, ഇലക്ട്രിക് ഫോഴ്സും കിട്ടും, മാഗ്നറ്റിക് ഫോഴ്സും കിട്ടും. ഈ രണ്ട് ഫോഴ്സിന്റെയും വെക്റ്റർ സമ്മിനെയും വിളിക്കുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. ഓക്കെ ആണോ? ഈ കാര്യം മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ, ഇലക്ട്രിക് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും, മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞുതരാം. നോക്കൂ മക്കളെ, നോക്കടാ. Q എന്നൊരു ചാർജ് ഉണ്ടായിരുന്നു. ഈ ചാർജ് V എന്ന വെലോസിറ്റിയിൽ ആ B എന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്താണ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്?
എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ, ക്യൂ എന്നൊരു ചാർജ് ഉണ്ടായിരുന്നു. അത് വി എന്ന യൂണിഫോം മോഷനില് വെലോസിറ്റിയിൽ ഒരേ സ്പീഡിൽ എങ്ങോട്ട് കടക്കാൻ പോവുകയാണ്, ബി എന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കടക്കാൻ പോവുകയാണ്. സോ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കടക്കുമ്പോൾ, കാന്തിക മണ്ഡലത്തിലേക്ക് കടക്കുമ്പോൾ ഉറപ്പായും മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും. സോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും, ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകും. മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകും. ഓക്കെ, മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകും. സോ മാഗ്നറ്റിക് ഫോഴ്സിന്റെ വാല്യൂ ആണ് ക്യൂ വി ബി സൈൻ തീറ്റ. അതിന്റെ വെക്ടർ ഫോം എഴുതി കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. സോ മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിച്ചേ, എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് ഇതിന് ഡെറിവേഷൻ ഉണ്ടോ, ഇല്ല, എക്സ്പെരിമെന്റ് കണ്ടുപിടിച്ചതാണ്. അപ്പൊ പറഞ്ഞേ, ക്യൂ എന്ന ചാർജ് വി എന്ന വെലോസിറ്റിയിൽ ബി എന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞി ചാർജിന് മാഗ്നറ്റിക് ഫോഴ്സ് കിട്ടത്തില്ലേടാ, കിട്ടും. അതിന്റെ ഇക്വേഷൻ എന്താണ്, ക്യൂ വി ബി സൈൻ തീറ്റ. സോ ഇവിടെ എന്താണ്, വി എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി വെക്ടർ ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പഠിച്ചില്ലേ, അതുപോലെ ഒരു ക്വാണ്ടിറ്റി ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. സോ വി ക്രോസ് ബി, ഈ വിക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. സോ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. ഇത്രയും കാര്യം മനസ്സിലായോ? സോ നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സ് മനസ്സിലായി. ഇനി ഇലക്ട്രിക് ഫീൽഡിലേക്ക് കടക്കാൻ പോവുകയാണ്. നമുക്ക് അടുത്ത പഠിക്കാം. ഇലക്ട്രിക് ഫീൽഡിലേക്ക് കടക്കാൻ പോവുകയാണ്. ക്യൂ എന്ന ചാർജ് ആണെങ്കിൽ വി എന്ന വെലോസിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടേക്ക് കടക്കാൻ പോവുകയാണ്. ഇ എന്ന എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ഈ ക്യൂ എന്ന ചാർജിന് ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാകും. ഇത് കിട്ടും, ഇലക്ട്രിക് ഫോഴ്സ്. ഇലക്ട്രിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കിട്ടും. അതിന്റെ ഇക്വേഷൻ എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഇ. പഠിച്ചതാണ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ക്യൂ എന്ന ചാർജ് ഇ എന്ന ഇലക്ട്രിക് ഫീൽഡിലേക്ക് കടക്കുമ്പോൾ ഉറപ്പായിട്ടും ക്യൂ ഇ എന്ന ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് മനസ്സിലായി, മാഗ്നറ്റിക് ഫോഴ്സ് മനസ്സിലായി. അപ്പൊ പറഞ്ഞേ, എന്തായിരിക്കും ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്? ലോറൻസ് ഫോഴ്സ് നിങ്ങൾ പറയും, സർ ക്യൂ എന്ന ചാർജ് ആണെങ്കിൽ വി എന്ന വെലോസിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡിന്റെയും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെയും കോമ്പിനേഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ചാർജിന് ഇലക്ട്രിക് ഫോഴ്സും കിട്ടും, മാഗ്നറ്റിക് ഫോഴ്സും കിട്ടും. സോ ലോറൻസ് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു വെക്ടർ സം ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് പ്ലസ് മാഗ്നറ്റിക് ഫോഴ്സ്. സോ ഈ രണ്ട് ഫോഴ്സിന് എന്ത് ചെയ്യണം, വെക്ടർ സം എടുക്കണം. ഈ രണ്ട് ഫോഴ്സിന്റെയും വെക്ടർ സം എടുക്കണം. സോ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ, ഇലക്ട്രിക് ഫോഴ്സ് നിങ്ങൾ പറയും സർ ക്യൂ ഇ ആണ്. സർ തൊട്ട് മുന്നേ പറഞ്ഞതാണ്. പ്ലസ് ഇതെന്താണ്, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ലോറൻസ് ഫോഴ്സ്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ, ലോറൻസ് ഫോഴ്സ്. അപ്പൊ നമുക്ക് തൊട്ട് മുന്നേ പഠിച്ച ഓരോ ഫോഴ്സിനെ പറ്റി നോക്കി. ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. നോക്ക്, ഇവിടെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ് ആര് ആക്ട് ചെയ്യുന്നത്, നമ്മളുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ ആണോ? അതുപോലെ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്? ഇപ്പൊ നിങ്ങൾ പറയും സർ ഇവിടെയാണെങ്കിൽ രണ്ട് വെക്ടർ ഉണ്ട്, ഒരു വെക്ടർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അതേ വെക്ടറിന്റെ വെക്ടറിന്റെ സെയിം ഡയറക്ഷൻ എന്ന് പറയാമായിരുന്നു. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലായിരുന്നോ, ഇവിടെ ഒറ്റ വെക്ടറേ ഉള്ളൂ. അപ്പോൾ ഈ വെക്ടറിന്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും ഈ വെക്ടറും ആക്ട് ചെയ്യുന്നത്.
പക്ഷെ ഇവിടെ നോക്കിയപ്പോൾ 2 വെക്ടർ ഉണ്ട്. സോ ഇതിന്റെ ഡയറക്ഷൻ ആരാ കൊടുക്കുന്നത്? ഈ വെക്ടർ ആണോ ഈ വെക്ടർ ആണോ? ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നാണ്. അപ്പൊ എങ്ങനെ പറയും? നോക്ക്, എ ക്രോസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു സി ആണെന്ന് വിചാരിച്ചു. എ ക്രോസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു സി ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് സി? നിങ്ങൾ പറയണം സി ഈസ് പെർപെൻഡിക്കുലർ ടു ബി, അതുപോലെ സി ഈസ് പെർപെൻഡിക്കുലർ ടു എ. സി ആർക്കൊക്കെ പെർപെൻഡിക്കുലർ ആയിരിക്കും? ആ സി എന്ന് പറയണത് ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഇതാണ് സി. എയും ബിയും ഇതാണെങ്കിൽ ഇതാണ് സി. എ ക്രോസ് ബി, സോറി തിരിച്ചു പറയണം, എ ക്രോസ് ബി, എ ക്രോസ് ബി, എയും ബിയും ഇതാണെങ്കിൽ ഇതാണ് സി. എ ക്രോസ് ബി, എ ക്രോസ് ബി ഇത് കിട്ടും മക്കളെ. എ ഇന്ന് ബിയിലേക്ക് ക്രോസ് ചെയ്യും, അപ്പൊ നമുക്ക് സി ഡയറക്ഷൻ കിട്ടും. സോ വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് സി? സി ഈസ് പെർപെൻഡിക്കുലർ ടു എ. എക്ക് പെർപെൻഡിക്കുലർ ആണ്. സി ആർക്ക് പെർപെൻഡിക്കുലർ ആണ്? എക്ക് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ സി ആർക്ക് പെർപെൻഡിക്കുലർ ആണ്? ബിക്കും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞു തന്നെ ഇതുപോലെ അവസ്ഥയിൽ ഇവിടെയും. സോ വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്? നിങ്ങൾ പറയും സർ വി ക്രോസ് ബി ആണ്. അതുകൊണ്ട് ഞങ്ങൾ പറയും മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു വി ആൻഡ് ബി. സോ വിക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ് മാഗ്നറ്റിക് ഫോഴ്സ്. സോ മാഗ്നറ്റിക് ഫോഴ്സ് ഡയറക്ഷൻ പറഞ്ഞേ. മാഗ്നറ്റിക് ഫോഴ്സ് പറയുന്നത് വെക്ടർ വിക്കും വെക്ടർ ബിക്കും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഇവിടെയാണെങ്കിൽ വി ആണെന്ന് വിചാരിച്ചോ, ഇവിടെയാണെങ്കിൽ ബി ആണെന്ന് കരുതിക്കോ. സോ വി ക്രോസ് ബി, അപ്പൊ നമുക്ക് ആരെ കിട്ടും? മാഗ്നറ്റിക് ഫോഴ്സ് ഡയറക്ഷൻ കിട്ടും. ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫോഴ്സ്. ഇത് വെക്ടർ ബി, വെക്ടർ വി, ഇത് വെക്ടർ ബി. അങ്ങനെയെങ്കിൽ വി ക്രോസ് ബി ഇതായിരിക്കും മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഈ കാര്യം മനസ്സിലായോ? സോ എന്നോട് പറഞ്ഞു നോക്കി, മാഗ്നറ്റിക് ഫോഴ്സ് ഡയറക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു വി ആൻഡ് ബി. വാട്ട് ഈസ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? ഇറ്റ് ഈസ് പാരലൽ ടു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഇനി ലോറൻസ് ഫോഴ്സ് ഡയറക്ഷൻ എന്താണ്? ലോറൻസ് ഫോഴ്സ് ഡയറക്ഷൻ തീരുമാനിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനും കൂടി ചേർന്നാണ്. സോ ഇത് നമ്മൾ ഏത് കോമ്പിനേഷനാണ്? നമ്മളാണ് ഇലക്ട്രിക് ഫീൽഡിനെ കൊടുക്കുന്നത്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മളാണ് കൊടുക്കുന്നത്. നമ്മളാണ് ആരെ കൊടുക്കുന്നത്? മാഗ്നറ്റിക് ഫോഴ്സിനെ കൊടുക്കുന്നത്. സോ ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ ഏത് കോമ്പിനേഷനിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും സെയിം ഡയറക്ഷനിലാണോ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ? അതോ പെർപെൻഡിക്കുലർ ആണോ? അതിനെ അടിസ്ഥാനപ്പെടുത്തി ലോറൻസ് ഫോഴ്സും മാറും. നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യും. സോ ഇപ്പോൾ നമ്മൾ ആ ലോറൻസ് ഫോഴ്സിന്റെ വെക്ടർ ഫോം ആണ് പഠിക്കേണ്ടത്. സോ ലോറൻസ് ഫോഴ്സിന്റെ വെക്ടർ ഫോം പറഞ്ഞേ. ലോറൻസ് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു QE പ്ലസ് Q ഇൻറ്റു V ക്രോസ് B. വേണമെങ്കിൽ നമുക്ക് ആരെ കോമൺ എടുക്കാം? ക്യൂവിനെ കോമൺ എടുക്കാം. സോ വേണമെങ്കിൽ നമുക്ക് ആരെ കോമൺ എടുക്കാം? അവിടെ നിന്ന് ക്യൂവിനെ കോമൺ എടുക്കാം. സോ ലോറൻസ് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും ക്യൂവിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട് ഇവിടെ? ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് പിന്നെ ആരുണ്ട് ഇവിടെ? V ക്രോസ് B. V ക്രോസ് B. സോ ഇത് ലോറൻസ് ഫോഴ്സിന്റെ വെക്ടർ ഫോം ആണ്. സോ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ലോറൻസ് ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു, ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ പഠിച്ചു, ലോറൻസ് ഫോഴ്സിലുള്ള കമ്പോണൻസ് ആയ ഇലക്ട്രിക് ഫോഴ്സിനെ പറ്റിയും മാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റിയും കേട്ടു. ഇനി ലോറൻസ് ഫോഴ്സിന്റെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെ പറ്റി നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യും.